സോ ഹലോ ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു റിമോട്ട് കിറ്റിൻ്റെ റിവ്യൂമായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ആസ്ട്ര കിറ്റ്, നേരത്തെ നമ്മളുടെ ഓൾഡ് വേർഷൻ്റെ ഒരു റിവ്യൂ ഒക്കെ ഇട്ടിരുന്നു. പിന്നെ ഇപ്പോൾ ഒരു 7.1 അവർ ഇറക്കിയിട്ടുണ്ട്. പക്ഷേ അത് പ്രോപ്പർ 7.1 അല്ല. അപ്പോൾ അതും ഇതാണ് ഒരു 3D എഫക്റ്റ് പോലെയാണ് വന്നേക്കുന്നത്. അപ്പം അതിൻ്റെ തന്നെ ഒരു വേർഷൻ 3, ഒരു പുതിയ അപ്ഡേറ്റ് വേർഷനായിട്ട് DTS ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ടൊരു മോഡൽ വരെ ഇറക്കിയിരുന്നു. അപ്പോൾ അതിൻ്റെ റിവ്യൂമായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, വിത്തൗട്ട് വേസ്റ്റിംഗ് എനി മോർ ടൈം, ലെറ്റ്സ് ബിഗിൻ. സോ ഫ്രണ്ട്സ്, അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, ആ മണി നൈസ് അടിച്ചേക്കുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഓൺ ടൈം കിട്ടുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ 5.1 റിമോട്ട് കിറ്റിൻ്റെ പാക്കേജ്. വളരെ നല്ലൊരു പാക്കേജാണ്. ചെറിയൊരു ബോക്സിനകത്തൊരു എന്താ പറയുക, ചെറിയൊരു പ്ലാസ്റ്റിക് ബോക്സിനകത്താണ് നമുക്കിത് പാക്ക് ചെയ്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ കൊറിയർ അയക്കുന്ന ടൈമിലൊന്നും പൊട്ടിപ്പോകുന്നു നമുക്ക് പ്രതീക്ഷിക്കേണ്ട. നല്ല പാക്കേജാണ്. അപ്പോൾ നമുക്കത് തുറന്നു കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണുന്നത് ഇതിൻ്റെ ഒരു വയറിംഗ് കിറ്റാണ്. നല്ലൊരു എൻകോഡർ വന്നിട്ടുണ്ട്. നല്ല PC വേണം, അതുപോലെ തന്നെ നല്ല വയറാണ്. ഓവറോൾ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. നമുക്ക് നേരത്തെ ആസ്ട്ര കിറ്റിനകത്ത് ഇതുപോലെയുള്ള വയറുകളാണ് വന്നിരുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ റിമോട്ടിലേക്ക് പോവുകയാണെങ്കിൽ റിമോട്ടിൻ്റെ ഭാഗത്ത് കുറച്ചധികം മാറ്റങ്ങളുണ്ട്. ഇപ്പോൾ ഈ ഒരു അപ്ഡേറ്റഡ് വെർഷൻ റിമോട്ട് കിറ്റ് തന്നെ വെറും ബേസിക് വെർഷനായിട്ട് റിമോട്ട് കിറ്റ് വരുന്നുണ്ട്. R2S IC പോലുള്ള FR6311 IC മാത്രം വെച്ച് വരുന്ന ഒരു അനലോഗ് ഇതും വരുന്നുണ്ട്. അതിനകത്ത് ഇതേ സെയിം റിമോട്ട് തന്നെയാണ് വരുന്നത്. സോ റിമോട്ട് കുറച്ചും കൂടെ ഒരു പ്രീമിയം ലുക്കുണ്ട്. നമുക്ക് നോർമലായിട്ട് കിട്ടുന്ന റിമോട്ടിനെക്കാട്ടിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒരു റിമോട്ടാണ്. ഈ റിമോട്ട് നമുക്ക് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ്. നമുക്ക് ഈ റിമോട്ട് കംപ്ലൈൻ്റ് ആയാലും ഇതിൻ്റെ ആൾക്കാരെ വിളിച്ചാൽ അവർ നമുക്ക് സെപ്പറേറ്റ് അയച്ചു തരുന്നതായിരിക്കും. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സെക്ഷനകത്ത് കുറച്ചധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചെറിയൊരു VU മീറ്റർ പോലെ രണ്ട് സൈഡിലും നമ്മുടെ USB പാനലൊക്കെ USB മൊഡ്യൂളിനകത്ത് വരുന്നതൊക്കെയുള്ള ഒരു ചെറിയൊരു LED ലൈറ്റാണ് ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം വേണ്ടുന്ന എല്ലാ ബട്ടൺസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. USB സോക്കറ്റ് അതിലുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് അല്ല അതിനകത്ത് തന്നെ വരുന്നത്. ബ്ലൂടൂത്തിൻ്റെ ആൻറ്റിനയുടെ ആ ഒരു സെക്ഷനാണ്. അപ്പം USB ബ്ലൂടൂത്തും അത് രണ്ടിനകത്ത് തന്നെയാണ് വരുന്നത്. അതിനകത്ത് ഓൾറെഡി അവർ ടൈപ്പ് ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഫോർമാറ്റ് USBക്കകത്ത് എടുക്കുമെന്ന്, വേവും ഫ്ലാക്കും ഒക്കെ എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വലിയ ഫയലുകളൊക്കെ ഇപ്പോഴും പ്ലേ ചെയ്യാൻ ചെറിയൊരു, അതായത് ബിട്രേറ്റ് വളരെ കൂടിയ ഫയലൊക്കെ പ്ലേ ചെയ്യാൻ ഇപ്പോഴും ഒരു ചെറിയ ബുദ്ധിമുട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എന്നാലും നല്ലൊരു ഡിസ്പ്ലേ ആണ്. കുറച്ച് ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ്. ഇതാണ് നമ്മുടെ 5.1 ഔട്ട്പുട്ട് എടുക്കാനുള്ള ആ ഒരു കേബിൾ. ഇതാണ് നമ്മുടെ മെയിൻ മദർ ബോർഡിനകത്ത് കുറേയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്കിലൊരു പാനൽ ഉണ്ടായിരുന്നു. നമ്മളത് ഇളക്കി മാറ്റിയതാണ് നമുക്കിതിൻ്റെ ഒരു ബാക്ക് പാനൽ ചെയ്യാനായിട്ട്. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് പാനൽ. നമ്മൾ ബാക്ക് പാനൽ അതിൻ്റെ കൂടെ ചേർത്ത് തന്നെ ചെയ്തിരിക്കുകയാണ്. നമുക്ക് 5.1 ഇൻപുട്ടുണ്ട്, ഒരു ഓക്സ് ഇൻപുട്ടുണ്ട്, 2 കോയാക്സിലും ഒരു ഓപ്റ്റിക്കലും. നമ്മുടെ മറ്റേ നോർമൽ ആസ്ട്ര കിറ്റിനകത്ത് 2 ഓപ്റ്റിക്കൽ ഇൻപുട്ട് ഉണ്ടായിരുന്നു. ഇതിനകത്ത് ഒരു ഓപ്റ്റിക്കലേ ഉള്ളൂ, 2 കോയാക്സിൽ, ഒരു ഓക്സ് ഇൻപുട്ടും ഒരു 5.1 ഇൻപുട്ടും. സോ AC3 ഇൻപുട്ട് ഉണ്ട്. നിങ്ങൾക്ക് വേറെ ഏത് ഡീകോഡറിൽ നിന്ന് വേണമെങ്കിലും 5.1 ഡീകോഡ് ചെയ്ത് അതിനകത്തോട്ട് കൊടുത്ത് വർക്ക് ചെയ്യിക്കാവുന്നതാണ്. നോർമലി നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ കോയാക്സിൽ വരുന്ന കിറ്റിനകത്ത് 5.1 ഇൻപുട്ട് വരുന്ന കിറ്റ് ഈ ആസ്ട്ര കിറ്റ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ള ഫ്യൂടെക്കിൻ്റെ കിറ്റിലൊന്നും തന്നെ നമുക്ക് ഈ ഒരു AC3 ഇൻപുട്ട് വരുന്നില്ല. ഫ്രണ്ട്സ്, അപ്പോൾ നേരത്തെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൻ്റെ പ്രൊസസ്സറിനകത്ത് ഒരു ഹീറ്റ് സിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വർക്ക് ചെയ്തപ്പോൾ ഈ ഒരു പ്രൊസസ്സർ ഹീറ്റാവുന്നതായിട്ട് കണ്ടു. അതിപ്പം ഹീറ്റ് സിങ്ക് ഇളക്കി മാറ്റരുത്, ഹീറ്റ് സിങ്ക് അവിടെ തന്നെ വേണം. സോ അത് ഒരു നല്ലൊരു അപ്ഡേഷനാണ്. എപ്പോഴും നമുക്ക് കൂളായിട്ട് തന്നെ ഇരിക്കും. പിന്നെ വോളിയം കൺട്രോൾ ICയിലേക്ക് വരുമ്പോഴേക്ക് ഇവിടെ FR6311 IC യൂസ് ചെയ്തിട്ടുണ്ട്. മറ്റേതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പഴയ ഓൾഡ് കിറ്റിനകത്ത് ഈ ആ ഒരു ഒറ്റ പ്രോസസ്സറിനകത്തായിരുന്നു മൊത്തം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ICകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഫ്രണ്ട്സ്, ഇപ്പോൾ ഇതാണ് ഔട്ട്പുട്ട്. ഇതിൻ്റെ 5.1 ഔട്ട്പുട്ട് നമുക്ക് ആംപ്ലിഫയർ ബോർഡിലേക്ക് കൊടുക്കേണ്ടത്. ഇത് ഡിസ്പ്ലേയിൽ നിന്ന് വരുന്ന വയറിൻ്റെ സെക്ഷനാണ്. പിന്നെ ആകെ മൊത്തം നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബോർഡാണ്. നമുക്ക് ഒറ്റ നോട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഫീൽ ചെയ്യുന്നില്ല ക്വാളിറ്റിയിൽ. പ്രൈസിലേക്ക് പോകുകയാണെങ്കിലും ഏകദേശം 4000-നും 5000-നും ഇടയ്ക്ക് പ്രൈസ് റേഞ്ച് ഉണ്ട്. പല പ്രൈസിനാണ് ഇത് വിൽക്കുന്നത്. HDMIയുടെ സെക്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്ഡേഷൻ വരുമ്പോൾ HDMI കൂടി അതിനകത്ത് ആഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പം നല്ലൊരു ബോർഡാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് പഴയ ബോർഡിൽ ഒറ്റ പ്രോസസർ ഫുൾ കൺട്രോൾ ചെയ്തപ്പോഴേക്കും നമുക്കതിനകത്ത് ഡോൾബി ഡിജിറ്റൽ അതും അതിൽ ഡോൾബി പ്രോലോജിക് 2 മാത്രമേ സപ്പോർട്ട് ചെയ്യത്തുള്ളായിരുന്നു. അത് DTSൻ്റെ സപ്പോർട്ട് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ വീഡിയോസും അതിൻ്റെ ഡീറ്റെയിൽസും എല്ലാം അവർ നമുക്ക് യൂട്യൂബിൽ 1-2 പേർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇതിൻ്റെ DTSൻ്റെ വർക്കിംഗ് ഒന്ന് നോക്കണം. അപ്പോഴത് ബ്ലൂറേ പ്ലെയർ കണക്ട് ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റൂ. ആംപ്ലിഫയർ ചെയ്തിട്ട് അതിൽ നമുക്ക് കണക്ട് ചെയ്ത് ഡീറ്റെയിൽസ് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഇതാണ് ഇതിൻ്റെ ഒരു യൂസർ മാനുവലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂസർ മാനുവൽ നമുക്ക് വളരെയധികം ആവശ്യമാണ്. ഇതിനകത്ത് കുഴപ്പമെന്ന് വെച്ചാൽ ഈ ആസ്ട്ര കിറ്റ് എല്ലാത്തിനകത്തും ഫങ്ഷൻസ് ഒരുപാട് കൂടുതലാണ്.
കാര്യം കോമ്പിനേഷൻ കീസ് വെച്ച് നമുക്ക് ഒരുപാട് ഫംഗ്ഷൻസ് ഇതിനകത്ത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അത് ഈ ഒരു പേപ്പർ നമ്മുടെ ഇന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് നമ്മളെപ്പോഴും സൂക്ഷിച്ച് വെച്ചേക്കേണ്ട ഒരു പേപ്പറാണ്. ഓരോത്തിനെക്കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ടും സ്പഷ്ടമായിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഓരോ റിമോട്ട് കീസും അതുപോലെ തന്നെ അതിൻ്റെ ഫംഗ്ഷൻസും കോമ്പിനേഷൻ കീസും അത് യൂസ് ചെയ്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നും വളരെ വ്യക്തമായിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് നോക്കി എല്ലാ കാര്യങ്ങളും ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. നോർമൽ റിമോട്ട് കിറ്റ്, അതായത് ഫ്യൂടെക്കോ ജിടെക്കോ അല്ലെങ്കിൽ അത് അവരുടെയൊക്കെ 5.1 കിറ്റ് പോലെ അല്ല ഇത്. കാര്യം ഇതിനകത്ത് ഒരു ഇച്ചിരി മെനക്കേടാണ് ഇത് കണ്ടുപിടിച്ച് ചെയ്യാനായിട്ട്. ഇതിപ്പം അപ്ഡേറ്റ് ആയിട്ട് വന്നിരിക്കുന്നതിനകത്ത് നമുക്ക് ബാസ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ മറ്റേ സബ് വൂഫർ ഫിൽറ്ററിൻ്റെ ക്രോസ് ഓവർ ഫ്രീക്വൻസി ഇതെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. 50 ഹെർട്സ് ടു 400 ഹെർട്സ് വരെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതെല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേയധികം ഫംഗ്ഷൻസ് കൂടി ഇപ്പോൾ ഈ ഒരു എണ്ണത്തിൽ ആഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു വലിയ മാറ്റം. അങ്ങനെയുള്ളൊരു വലിയ മാറ്റം ഇപ്പോൾ ഇത് വന്നിട്ടുണ്ട്. പിന്നെ വന്നേക്കെന്ന് വെച്ചാൽ നമുക്ക് ഇൻഡിവിജ്വൽ വോളിയം കൺട്രോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത് വെച്ചാൽ മറ്റിനകത്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുമ്പോൾ ഒരു പരിധി വരെയൊക്കെ വോളിയം കയറുള്ളായിരുന്നു. പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ ഒരു വോളിയം കൺട്രോൾ IC ആയിട്ട് FR6311 യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വോളിയം കൺട്രോൾ ഇത് കിട്ടുന്നുണ്ട്. ഒരു വോളിയം നമുക്ക് കിട്ടുന്നുണ്ട്. അല്ല ബാസ് ആൻഡ് ട്രബിളും അതും കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു IC ആയതുകൊണ്ട് തന്നെ അതിനും കുറച്ചുകൂടെ അധികം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അത്യാവശ്യം മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഔട്ട്പുട്ട് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഫ്രണ്ട്സ്, അപ്പം നമുക്കിതൊന്ന് ടേൺ ഓൺ ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതിനകത്ത് ഇൻപുട്ടായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന 12 വോൾട്ടിൻ്റെ ഒരു അഡാപ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്, നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിനൊക്കെ വരുന്ന അഡാപ്റ്റർ. പക്ഷേ ഇത് നിങ്ങൾക്ക് എത്രമാത്രം ക്ലിയർ ആയിട്ട് ഇതിൻ്റെ ഫംഗ്ഷൻസ് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഒരു LED എന്താ പറയുക ഫ്ലിക്കർ ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട്. നമുക്കത് ഒരു കാരണവശാലും നമുക്ക് ക്യാമറയ്ക്കകത്ത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ ഇത് ബ്ലൂടൂത്ത് ഇൻപുട്ടാണ്. നമുക്ക് 5.1 സ്റ്റീരിയോ 5.1 സെലക്ടറും ഉണ്ട്. അപ്പം അതിനകത്ത് 5.1 ഓഡിയോ ആയിട്ടാണ് കിടക്കുന്നത്. ഈ ഒരു ഇഷ്യൂ കാരണമാണ് നമ്മൾ കൂടുതൽ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. കാര്യം ഇത് എന്തൊക്കെയാണ് മാറുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ വ്യക്തമായിട്ട് കാണാൻ പറ്റത്തില്ല. ഇപ്പം ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായി കാണും എത്രമാത്രം അതിൻ്റെ ഒരു LED ഡിസ്പ്ലേ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. നമുക്ക് പക്ഷേ ആദ്യത്തെ കിറ്റിന് നമുക്ക് വീഡിയോ എടുത്തപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നിട്ടില്ലായിരുന്നു. ഇതിപ്പോൾ ക്യാമറയ്ക്കകത്ത് നമുക്കൊരു കാരണവശാലും ഒന്നും വ്യക്തമാകാത്ത രീതിയിലോട്ട് ഫ്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിപ്പം. ഇപ്പോൾ ഇൻപുട്ടിലേക്ക് പോകുകയാണെങ്കിൽ coax 1 coax 2 നേരത്തെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ optical 1 ഓക്സ് ഇൻപുട്ട്, അങ്ങനെ കുറേയധികം ഇൻപുട്ട് വന്നിരുന്നു. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ടോൺ കൺട്രോളിലേക്ക് പോകുകയാണെങ്കിൽ നമുക്ക് ബാസും ട്രബിളും ഉണ്ട്. ഈ ബാസും ട്രബിളും നമുക്ക് 0 to 7 വരെയാണ് നമുക്ക് ഇതിനകത്ത് അപ്പ് ചെയ്യാൻ പറ്റുന്നത്. നല്ല രീതിയിലുള്ളൊരു റെസ്പോണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ബാസും ട്രബിളും ആയാലും. പിന്നെ ഇതിനകത്ത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നമ്മുടെ സബ് വൂഫർ ഫിൽറ്ററിൻ്റെ ഒരു ഫ്രീക്വൻസി നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇതിനകത്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽ ചാനലിൻ്റെ ഒരു വോളിയമാണ്, അത് 20 വരെ എല്ലാ ചാനലിനും കൂട്ടാൻ പറ്റും. അത് നമുക്ക് ഈ ഒരു FR6311 IC വന്നിട്ടുള്ളത് തന്നെ പ്രകടമായൊരു മാറ്റം ഇതിൻ്റെ ഔട്ട്പുട്ടിൽ കണ്ടിട്ടുണ്ട്. പഴയ ഓൾഡ് മോഡലിനെക്കാട്ടിലും ഇത്തിരി കൂടെ ഭേദപ്പെട്ട ഒരു ഔട്ട്പുട്ട് ഇതിനകത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് നമുക്ക് ഈ ഒരു സബ് വൂഫറിൻ്റെ ഫ്രീക്വൻസി നമുക്ക് വ്യത്യാസപ്പെടുത്താൻ പറ്റും. അത് നമ്മൾ കണ്ടിട്ടുള്ളത് നമ്മുടെ ഫ്യൂടെക്കിൻ്റെ റിമോട്ട് കിറ്റിലായിരുന്നു ക്രോസ് ഓവർ ഫ്രീക്വൻസി മാറ്റാൻ പറ്റുന്നത്. അപ്പം ഇതിനകത്തും അങ്ങനെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതിലേക്ക് പോകുകയാണെങ്കിൽ കുറച്ച് കോമ്പിനേഷൻ ഓഫ് കീസ് യൂസ് ചെയ്ത് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അത് അതിൻ്റെ ഒരു കാറ്റലോഗിനകത്ത് അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് കാറ്റലോഗ് ഒരു കാരണവശാലും മിസ്സാക്കരുതെന്ന് പറഞ്ഞത്. ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു റിമോട്ട് കിറ്റാണ്. ആദ്യം വന്ന നമ്മുടെ ആ ഒരു ആസ്ട്ര കിറ്റിനകത്ത് ഇതേ ഒരു സംഗതി തന്നെയാണ് ഉണ്ടായിരുന്നത്. പണ്ട് DF DB എന്ന് പറയുന്ന ഒരു സെക്ഷനിലേക്ക് പോയിട്ട് പിന്നെ നമുക്കതിൽ നിന്ന് LEF എന്നുള്ളൊരു ഓപ്ഷനിൽ പോയിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു ഫ്രീക്വൻസി ചേഞ്ച് ചെയ്യാനായിട്ട്. ഇപ്പോൾ 100 ഹെർട്സ് 50 ഹെർട്സ് തൊട്ട് 50 ഹെർട്സിലോട്ട് പോകാം, 50 ഹെർട്സ് 100 ഹെർട്സ്, അതുപോലെ തന്നെ പിന്നെ 200 300 150 200 300 അങ്ങനെ കുറച്ചധികം മേളിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഇഷ്ടമുള്ള ക്രോസ് ഓവർ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിപ്പം ഇതിനകത്ത് വന്നിട്ടുള്ള പുതിയൊരു ഓപ്ഷനാണ്. അപ്പോൾ കുറച്ചധികം ഓപ്ഷൻസ് ഇതിനകത്തുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത കാര്യം നിങ്ങൾക്കൊന്ന് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാറ്റലോഗിൽ നോക്കി തന്നെ മനസ്സിലാക്കാവുന്നതാണ്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇത് വെച്ച് നമ്മളൊരു ആംപ്ലിഫയർ ചെയ്യുന്നുണ്ട്. അപ്പം അത് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതിൻ്റെ കറക്റ്റ് പെർഫോമൻസും എത്രത്തോളം പഴയ ഒരു കിറ്റിൽ നിന്നും മാറ്റം വന്നിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് അറിയാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ആംപ്ലിഫയറിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിവ്യൂ ഇടുമ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഒരു കാറ്റലോഗിനകത്ത് എല്ലാ ഫംഗ്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റാത്തതുകൊണ്ടും ഇതിനകത്ത് നോക്കി നമുക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എന്നാലും നല്ല റെസ്പോൺസ്, ഹൈ റെസ്പോൺസ് ഉള്ളൊരു റിമോട്ട് കിറ്റാണ്. നല്ല രീതിയിലുള്ള റെസ്പോണ്ട് ഉണ്ട്. സ്ലോനെസ്സോ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിപ്പോൾ 5000 രൂപയ്ക്കകത്ത് മാർക്കറ്റിൽ കിട്ടുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റിമോട്ട് കിറ്റ് എന്ന് തന്നെ പറയാം. ഇപ്പോൾ Dolby Dts ഒക്കെ എടുക്കുന്ന ഡീറ്റെയിൽസ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇറ്റ്സ് മീ ആദർശ് ഫ്രം ടെക്നിക്കൽ റെവല്യൂഷൻ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടിൽ ദെൻ വെയിറ്റ് ആൻഡ് വാച്ച്.